ഈ വീഡിയോയിൽ ട്രംപിൽ നിന്ന് തുടങ്ങാം. ട്രംപിൽ നിന്ന് തുടങ്ങാനുള്ള കാരണം വേറെ ഒന്നുമില്ല. അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. ഞാൻ വന്ന് യുദ്ധം ചെയ്യും, അഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, 2021 ഏത് അവസ്ഥയിലാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിടവാങ്ങിയതെന്നുള്ളത് ഈ ലോകമെമ്പാടും കണ്ടു നിന്നതാണ്. ആ നാണം കെട്ട അവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്ക് തുടക്കമിട്ടത് തന്നെ ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രംപ് 2020 ഇലക്ഷനിൽ പരാജയപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒമാനിൽ ഈ താലിബാനികളെ വിളിച്ചു വരുത്തി അവിടെ നെഗോസിയേഷൻ ടേബിളിൽ ഇരുത്തിക്കൊണ്ട് ചർച്ച മുന്നോട്ട് നയിച്ചിരുന്നു. ഒമാനിൽ വെച്ച് നടത്തിയിരുന്നു, അതുപോലെ തന്നെ ഖത്തറിൽ വെച്ച് നടത്തിയിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ആ ചർച്ച ഫൈനലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ട്രംപിന് പടിയിറങ്ങേണ്ടി വന്നു. അതിനുശേഷം 2021 ജോ ബൈഡൻ ഭരണകൂടം വന്ന ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ ട്രൂപ്പിനെ പിൻവലിക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. എയർക്രാഫ്റ്റ് ബഗ്രാം എയർബേസിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ആ ഒരു രംഗം ഉണ്ടല്ലോ, ആ രംഗം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആ എയർക്രാഫ്റ്റിൽ എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ കയറി അള്ളി പിടിച്ചിരുന്നുകൊണ്ട് ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത്ര മാസീവ് ആയിട്ടുള്ള ആ ഒരു എയർക്രാഫ്റ്റ് ഉയരുന്ന സാഹചര്യത്തിൽ കിലോമീറ്ററുകൾ ഉയരത്തിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ പൊലിഞ്ഞു വീഴുമായിരുന്നു താഴോട്ട്. മനുഷ്യജീവനുകൾ തന്നെയായിരുന്നു. ആ രീതിയിൽ കുറേ ആൾക്കാരെ അമേരിക്ക ഇതുപോലെ ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുപോയി. പക്ഷെ ആ കൊണ്ടുപോയ വ്യക്തികൾക്ക് പോലും ഇപ്പം സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല എന്നുള്ള നിലപാടാണ് ട്രംപിൻ്റെത്. നമ്മൾ കാര്യം പറയുമ്പോൾ രണ്ട് സൈഡും പറയണമല്ലോ. അവരെയും കൂടി ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് തന്നെ കരുതിക്കൊണ്ട് അവരെയും നാട് കടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് ഇപ്പൊ പറയുകയാണ് എനിക്ക് അഫ്ഗാനിസ്ഥാനിൽ ആ ബഗ്രാം എന്ന് പറഞ്ഞ ഒരു ബേസ് വേണം എന്നാണ് ചോദിക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിലുള്ള സപ്ലൈ കട്ട് ചെയ്യാനും കൂടിയാണ് ഈ ഇന്ത്യ ഉപയോഗിക്കുന്ന ചബഹാർ പോർട്ടിലേക്ക് ഒരു സാങ്ഷൻസ് കൊണ്ടുവന്നതായിട്ട് ഒരു വാർത്ത കൂടി ഉണ്ട്. ഇല്ലാതില്ല. ഇപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യ ഉപദ്രവിക്കുന്ന എന്തിനാണ്? അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള ആ ഒരു ട്രേഡ് റൂട്ട് കട്ട് ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ അമേരിക്ക എടുത്ത തീരുമാനം. പക്ഷേ അഫ്ഗാനിസ്ഥാന് വേറെയും മാർഗങ്ങളുണ്ട് സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അഫ്ഗാനിസ്ഥാൻ ഒരു സെൻട്രൽ ഏഷ്യയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന രാജ്യമാണ്. അവർക്ക് ആ രീതിയിലും വേറെ സാധനങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ അങ്ങ് പട്ടിണി കിട്ടുകളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അടങ്ങിയിരിക്കുന്ന ടീംസ് അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് കുറച്ച് സഹായങ്ങളാണ്, ഹെൽപ്പാണ്. അതാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് പോയിന്റ്. അപ്പോൾ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആ ബഗ്രാം എയർബേസ് വേണം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ഈ എല്ലാ വർഷവും അമേരിക്ക ഈ ബഗ്രാം എയർബേസ് വിട്ട് അഫ്ഗാനിസ്ഥാൻ വിട്ടൊഴിഞ്ഞ് പോയ ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസം ഇവർ ഒരു മിലിറ്ററി പരേഡ് അവിടെ ആഗ്രഹിക്കും. ഒരു വിക്ടറി പരേഡ് അവിടെ നടത്താറുണ്ട്, പ്രത്യേകിച്ച് ബഗ്രാം എയർബേസിൽ. അപ്പോൾ ആ ബഗ്രാം എയർബേസിൽ നടത്തുന്ന ആ ഒരു വിക്ടറി പരേഡിന്റെ രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അമേരിക്ക ബില്യൺ കണക്കിൽ വർത്ത് വരുന്ന മിലിറ്ററി എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. പല എയർക്രാഫ്റ്റുകളുടെ മുകളിലും ആർമഡ് വെഹിക്കിളിന്റെ മുകളിലും അതുപോലെ പല ഹെലികോപ്റ്ററുകളുടെ മുകളിലൊക്കെ ഇരുന്ന് താലിബാൻ തീവ്രവാദികൾ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ച് അത് വലിയ ട്രോളായിട്ട് തന്നെ ആ കാലഘട്ടത്ത് സോഷ്യൽ മീഡിയയിൽ എങ്ങും തരംഗമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ നാണം കെട്ട രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ വിട്ടൊഴിഞ്ഞ് അമേരിക്ക പോയത്. അത് ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ട്രംപ് ഈ രീതിയിലുള്ള ഭീഷണികളുമായിട്ടൊക്കെ വരുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് നാണക്കേടാണെന്ന് നോക്കൂ. അഫ്ഗാനിസ്ഥാൻ ആദ്യമൊക്കെ അമേരിക്ക ഈ മണ്ണിൽ ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനം വളരെ മാന്യമായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാൻ. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ കടുത്ത ഭാഷയിൽ അമേരിക്കയെ വിമർശിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ. 20 വർഷം ഈ രാജ്യത്തിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തതല്ലേ, എന്നിട്ട് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞോ? അമേരിക്ക എന്ന് പറഞ്ഞ ലോക പോലീസിന് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിരുന്നോ എന്നുള്ളൊരു ചോദ്യം, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അഫ്ഗാനിസ്ഥാൻ ചോദിക്കുന്നത്. അമേരിക്കയുടെ പക്കൽ ഉത്തരമില്ല. അമേരിക്കയുടെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനോട് പ്രത്യേകിച്ച് ഞാൻ രാജാവ്, ഞാൻ പറയും, ഞാൻ മൊഴിയും, നിങ്ങൾ അങ്ങ് കേട്ടോണം, അനുസരിച്ചോണം. ഇതാണ്, ഈ ഭാഷയിലാണ് അമേരിക്ക, ഇതേ ഭാഷയിലാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നത്. ഈ ടോണിൽ തന്നെയാണ് പെരുമാറുന്നത്. 20 വർഷക്കാലം അഫ്ഗാനിസ്ഥാനിൽ ഇവർ ഭരിച്ചിരുന്ന സമയത്ത് ഒരു തലമുറ അവിടുന്ന് പഠനമൊക്കെ നേടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ തലമുറകൾക്ക് കൊടുക്കേണ്ട ഈ ഒരു റിഫോർമേഷൻ, ഇതൊന്നും തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ തുടർന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ ഒരു ആധുനികതയൊന്നും മറ്റുള്ള കോമൺ വേൾഡിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലത്തെ ഒരു ജീവിത രീതി അഫ്ഗാനിസ്ഥാനിൽ തുടർന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്ക ഏറ്റെടുക്കുന്നു എങ്കിൽ അമേരിക്ക അന്ന് 20 വർഷം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അത് തുടർന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമായിരുന്നു. അല്ല അവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് പിന്നീട് വന്നിട്ട് എനിക്ക് ആ ഒരു ബേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു അർത്ഥമില്ല. അത് ഇതാണ് ഒരു ബേസ്. ഈ ബേസ് കംപ്ലീറ്റ് ഫുള്ളി സ്ട്രക്ചർഡ് ആണ്. അമേരിക്ക അവരുടെ എക്കാലത്തെയും ഒരു ലോങ് ടേം പ്ലാൻ പദ്ധതി ഒരുക്കിക്കൊണ്ട് പണിത ഒരു ബേസ് ആണിത്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ബേസ് ആണ്. അപ്പോൾ ആ ബേസാണ് ഇപ്പം സെൻട്രൽ ഏഷ്യയുടെ ഭാഗത്ത് ഞങ്ങൾക്കൊരു ബേസ് വേണം എന്നുള്ള രീതിയിൽ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ ഒരു ഭീഷണി,
ചൈനയുടെ ആണവ പരീക്ഷണങ്ങൾ, ചൈനയുടെ നോർത്ത് കൊറിയയുമായിട്ടുള്ള ചങ്ങാത്തം, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ഈ ബേസിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്യിപ്പിക്കാൻ ഒരു പ്രേരണ നൽകിയത് എന്നാണ് മൊത്തത്തിൽ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അത് മാത്രമല്ല ലക്ഷ്യം. ശരിക്കും ഒരു സെൻട്രൽ ഏഷ്യ ഭാഗത്ത് റഷ്യയുടെ ഇൻഫ്ലുവൻസും ചൈനയുടെ ഇൻഫ്ലുവൻസും വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലേക്കുള്ള ട്രേഡ് റൂട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഏഷ്യയിൽ നിന്നും സാധ്യമാകും ഈ റൂട്ടിലൂടെ. അപ്പോൾ ഇവിടേക്ക് ഒരു ഹോൾഡ് വേണം. അതായത് ഒരു രാജ്യങ്ങളും അമേരിക്ക വിചാരിക്കുന്നത് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ബേസുകൾ പല രാജ്യങ്ങളിലും വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു ഹോൾഡ്, അവരുടെ ഒരു പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. സെൻട്രൽ ഏഷ്യ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഡോളറൊക്കെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കിർഗിസ്ഥാൻ ആയിക്കോട്ടെ, ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ, കസഖസ്ഥാൻ ആയിക്കോട്ടെ, തുർക്ക്മെനിസ്ഥാൻ ആയിക്കോട്ടെ, ഈ രീതിയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഡോളറിനെതിരാണ്. ഇവരെല്ലാം തന്നെ റഷ്യൻ ചേരിയിലും ചൈന ചേരിയിലുമാണ് ഈ രാജ്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ആ ഏരിയയിൽ ഒരു ഹോൾഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലുപരിയായിട്ട് അഫ്ഗാനിസ്ഥാനെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്താനും, അതായത് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലും നാച്ചുറൽ റിസോഴ്സ്, റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ കിട്ടുമോ എന്നാണ് നോക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ വഴിക്ക് വന്നില്ല, നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ അഫ്ഗാനിസ്ഥാൻ ഈ ഒരു ബേസ് തരാൻ തയ്യാറാകുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ, ഈ ഒരു ബേസ് അമേരിക്കയ്ക്ക് മടക്കി തരാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ചു, അഫ്ഗാനിസ്ഥാൻ അവരുടെ രാജ്യമാണ്. അവിടെ പോയിട്ട് ഇവർക്ക് ബേസ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? 2 ബോംബ് ഇട്ടെങ്കിലും ഈ ഒരു ബേസ് നമ്മൾ സ്വന്തമാക്കണമെന്നാണ് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ട്രംപ് ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്ന് ചോദിച്ചു കഴിഞ്ഞു നോബൽ പ്രൈസ്. അതിൽ മെയിനായിട്ട് ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതുപോലെ അസർബൈജാൻ അർമേനിയ യുദ്ധം, കോങ്കോ റുവാണ്ട. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പുള്ളി ലിസ്റ്റിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ അതിനെ ഡിനൈ ചെയ്യാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല. ഇന്ത്യ ജസ്റ്റ് അങ്ങ് ന്യൂട്രൽ ആയിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്തിനാണ് ഇത്രമാത്രം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നമ്മൾ കിടന്ന് മത്സരിക്കേണ്ട എന്ത് കാര്യമാണ്? അതുകൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവിടെ പോ. കാരണം ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു, നമ്മൾ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് സംഗതി എന്നുള്ളത്. അതിലുപരിയായിട്ട് പാകിസ്ഥാനും കൂടി പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. ഓപ്പൺ ആയിട്ട് ചോദിച്ച സ്ഥിതിക്ക് അയാൾക്കൊരു നൊബൽ പ്രൈസ് കൊടുത്ത് അയാൾ ഒഴിവാക്കുക, അതാണ് വളരെയധികം നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാളുടെ ആ ഒരു തലച്ചോറിൻ്റെ ആ ഒരു ഹീറ്റ്, ആ ഒരു വെപ്രാളവും ആ ഒരു BP യും ആ പ്രഷറൊക്കെ കൂടിയിട്ട് ഇയാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ H1B വിസയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇതിന് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ട്രംപ് വളരെ ചുരുക്കി പറഞ്ഞത് ഞാനിപ്പോൾ ഒറ്റ ലൈനിൽ പറഞ്ഞുതരാം. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇനി അവിടെ ഇന്ത്യയിൽ നിന്നും IIT-യിലും അവിടെയൊക്കെ പഠിച്ചിട്ട് അമേരിക്കക്കുള്ളിൽ വന്നിട്ട് ഞങ്ങളെ നന്നാക്കണ്ട, നിങ്ങൾ ഇന്ത്യക്കാർ ഇന്ത്യയിൽ തന്നെ ഇരുന്നു, ഇന്ത്യയെ നന്നാക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 1 ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒറ്റ ലൈൻ സ്റ്റേറ്റ്മെന്റ്. അത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ഇന്ത്യക്കാരൻ മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് വർക്ക് ചെയ്യൂ, അല്ലാതെ കോടിയായിട്ട് സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോളർ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പോവാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പേരിൽ $1,00,000 ഗവൺമെന്റിന് അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള കമ്പനി നിങ്ങൾക്ക് അത്രമാത്രം മൂല്യം കൽപ്പിച്ച് നിങ്ങളെ എടുക്കുന്നെങ്കിൽ നിങ്ങൾ പൊക്കോ, നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ അങ്ങനത്തെ ജോലികൾ നിങ്ങൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോവാം, ഒരു കുഴപ്പമില്ല. അതേസമയം അമേരിക്ക പറഞ്ഞു വെക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 2020 മുതൽ നിലവിലെ അമേരിക്കൻ ഗ്രാജുവേറ്റ്സ് 30% ഗ്രാജുവേറ്റ്സിന് അമേരിക്കയുടെ ഉള്ളിൽ ജോലിയില്ല. ഈ ഗ്രാജുവേറ്റ്സ് എല്ലാം IT സെക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും തൂപ്പുകാരനോ തുടപ്പുകാരനോ എന്തെങ്കിലുമൊക്കെ ഒരു കാറ്റഗറിയിൽ ഇട്ട് അങ്ങ് എടുക്കുക, അതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൽ വന്നതിന് ശേഷം എംപ്ലോയ്മെന്റിൽ ഉണ്ടായ വീഴ്ച അത് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. അത് എല്ലാ മാസവും അമേരിക്കയുടെ ഉള്ളിൽ ഈ ഒരു എംപ്ലോയ്മെന്റ്, എത്ര പുതിയ എംപ്ലോയ്മെന്റുകൾ സൃഷ്ടിക്കപ്പെട്ടു, എത്ര പേർക്ക് പുതുതായിട്ട് ജോലി കിട്ടി എന്നുള്ളതൊക്കെ അവിടെ ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ തികഞ്ഞ പരാജയമാണ് ട്രംപ്. പല രീതിയിലും താരിഫ് അത് എന്നൊക്കെ പറയുന്നുണ്ട്, കുറച്ച് പൈസയൊക്കെ ഖജനാവിൽ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതിലുപരിയായിട്ട് പെർമനന്റ് ആയിട്ട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ ഇതുവരെ പുള്ളിക്കാരൻ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു വിഷയത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിക്കാണ് ഈ രീതിയിലൊരു തീരുമാനം കൊണ്ടുവന്നത്. ഇനി ഹയർ എന്ന് പറഞ്ഞുള്ള ഒരു ബില്ല് അമേരിക്കയുടെ സെനറ്റിൽ കിടപ്പുണ്ട്, അത് ഇതുവരെ പാസ്സായിട്ടില്ല. ഹയർ എന്ന് പറഞ്ഞ ആ ഒരു ബില്ലിലാണ് 25% ഔട്ട്സോഴ്സിംഗ് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ടാക്സ് ഗവൺമെന്റിന് പേ ചെയ്യണം എന്നുള്ള വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഹയർ എന്ന് പറഞ്ഞൊരു ബില്ല് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതായത് ഹയർ എന്ന് പറഞ്ഞൊരു ബില്ല് സെനറ്റിൽ കിടപ്പുണ്ട്. അത് പാസ്സായാൽ കുറച്ചും കൂടി ടൈറ്റ് ആവും ഈ ഫോറിനേഴ്സിന് അമേരിക്കയുടെ ഉള്ളിൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, IT മേഖലയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയെ മറന്നിട്ട് ഇന്ത്യയുടെ ജോലി, ഇന്ത്യയുടെ സാലറി, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് റിയലൈസ് ചെയ്ത് ഇവിടെ പഠിക്കുക. അതാണ് എനിക്ക് തരാനുള്ള ഒരു ചെറിയ ഉപദേശം. ഇപ്പോൾ ഇതാ ഒരു ഇന്ത്യക്കാരൻ പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ലേ, അത് അമേരിക്ക തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലത്തെ കമ്പനികൾ നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ തുടങ്ങും. വലിയ വലിയ ഡേറ്റാ സെന്ററുകൾ ഇന്ത്യക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യൂ. ChatGPT പോലത്തെ ആപ്പുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരൂ. നിങ്ങൾക്ക് അത്രത്തോളം ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ആ കമ്പനികളിലും ആൾക്കാർ പ്രവർത്തിക്കും. കാരണം ഇന്ത്യക്കുള്ളിൽ ഒന്നുമില്ലെങ്കിൽ 140 കോടി ജനങ്ങളില്ലേ, അത്രയും സർക്കുലേഷൻ നിങ്ങളൊരു ചെറിയ ആപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ലേ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ഫോക്കസ് ചെയ്യൂ. ഫോക്കസ് ചെയ്ത് ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിനെ കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു മൂലയിൽ ഒരു ആപ്പ് തുടങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പം തന്നെ ഇൻഡസ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. എത്ര പേര് മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും?
ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. എത്ര പേരുടെ മൊബൈലിൽ, നമ്മളുടെ മൊബൈലിൽ ഏതാണ്ട് 2019 ഇന്ത്യക്കുള്ളിൽ ഒരു ഇന്ത്യൻ കമ്പനി ലോഞ്ച് ചെയ്ത ഇൻഡസ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സ്റ്റോർ എത്ര പേരുടെ മൊബൈലുണ്ട്? നമ്മളുടെ എല്ലാ മൊബൈലിലും പ്ലേ സ്റ്റോർ ഉണ്ട്. ഇതേ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ സംഗതികളും വിത്ത് ഇന്ത്യൻ സോഫ്റ്റ്വെയറുകൾ അടക്കം 2 ലക്ഷം ആപ്പ് ഉണ്ട് ഈ ഒരു ഇൻഡസ് ആപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനകത്ത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഓർത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അതിന്റെ APK ഫയൽ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആപ്പ് സ്റ്റോർ കിട്ടും, ഇൻഡസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇന്ത്യക്കുള്ളിൽ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാത്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖ്വാജ ആസിഫ് ആരാണ്? പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ. പുള്ളി സൗദി അറേബ്യ പറഞ്ഞല്ലോ, പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ വെച്ചിരിക്കുന്ന ഡിഫൻസ് പാക്റ്റിൽ ഇന്ത്യയും സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു റോളുമില്ല. ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും ബന്ധം പഴയതിനേക്കാളും ഊഷ്മളമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് MBS പറഞ്ഞു വെച്ചത്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഖ്വാജ ആസിഫ് അല്ലല്ല, ഞങ്ങൾ ഈ എഗ്രിമെന്റിൽ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ പാകിസ്ഥാനെ പിന്തുണയ്ക്കും എന്നുള്ള ഒരു കണ്ടീഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഖ്വാജ ആസിഫ് എടുത്തങ്ങ് പറയാണ്. അതായത് ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഡിഫൻസ് മിനിസ്റ്റർ അല്ല, ഫോറിൻ മിനിസ്റ്റർ അല്ല, ഏതൊരു പബ്ലിക് സർവൻറ്റിനും വളരെ സാമാന്യമായ രീതിയിൽ അത് സ്വമേധയാ വരേണ്ടതാണ്. ആ ഒരു ഫ്ലോ, ആ ഒരു ഡിപ്ലോമാറ്റിക് മര്യാദ പാലിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത ഖ്വാജ ആസിഫ് ശരി, അതായത് MBS എന്താണോ ഇന്ത്യയോട് പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് അതിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അതായത് എന്തോ MBS കള്ളം പറഞ്ഞ രീതിയിൽ പുള്ളിക്കാരൻ ഇല്ലല്ല ഇതിനകത്ത് പോയിന്റ് ഉണ്ട്. ഹലോ എക്സ്ക്യൂസ് മീ, 2 രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫൻസ് കരാർ ഒപ്പുവെക്കുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോയിന്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാ രാജ്യങ്ങളും ആ പോയിന്റ് അനുസരിച്ച് പെരുമാറണം എന്നില്ല. ആ മൊമെന്റിൽ ആ രാജ്യം പ്ലേ ചെയ്യുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഏരിയ ഉണ്ടാവും, ജിയോ പൊളിറ്റിക്കൽ ഏരിയ. ആ ഏരിയയുടെ ഇൻട്രസ്റ്റ്, താല്പര്യം അനുസരിച്ചായിരിക്കും പിന്തുണയ്ക്കുന്നതും പിന്തുണ പിൻവലിക്കുന്നതും. ഒരുപക്ഷെ നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ചെറുതായിട്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ കാതലായ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് സൗദി പ്രതികരിക്കും. സൗദി എന്താണ് പറയുക? ഇന്ത്യ കുറച്ച് സംയമനം പാലിക്കണം, പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്നേ പറയുള്ളൂ. അല്ലാതെ സൗദി അറേബ്യ വന്ന് ഇന്ത്യയെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറയില്ല ഒരിക്കലും. അതാണ് ഖ്വാജ ആസിഫിന്റെ തെറ്റിദ്ധാരണ. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ കുറച്ച് ബുദ്ധിക്ക് ഇച്ചിരി മങ്ങലുണ്ട്. പ്രായം കുറെ കൂടുതലായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇമ്മച്യൂർഡായിട്ടുള്ള ബിഹേവിയേഴ്സ്. ഞാനിവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതായത് വെനിസ്വലയിൽ സിവിലിയൻസിന് ട്രെയിനിങ് കൊടുക്കുകയാണ് വെനിസ്വല രാജ്യത്തിൽ. കാരണം വേറെ ഒന്നുമില്ല, ട്രംപിന്റെ ഈ പ്രഷർ തന്നെ. പടക്കപ്പലുകളൊക്കെ കൊണ്ട് വെനിസ്വലയുടെ കടൽ തീരത്തിട്ടുകൊണ്ട് വെനിസ്വലയെ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ അമേരിക്ക ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ചേർത്ത് തോൽപ്പിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട സിവിലിയൻസിനൊക്കെ പിടിച്ച് ഇപ്പൊ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെനിസ്വലയുടെ ഉള്ളിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ പരിതാപകരമാണ്. അങ്ങനെ നമുക്ക് പറയാനുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ട്രംപിന്റെ ഓരോ നൊബൽ സമ്മാനം ഒരു സൈഡിൽ വേണം, ഒരു സൈഡിൽ പല രാജ്യങ്ങളുടെ ഇടയിലും സമാധാനം സ്ഥാപിക്കണം, മറ്റൊരു സൈഡിൽ പല രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കണം. ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ, ഒരു സൈഡിൽ വെനിസ്വല, പിന്നെ ഒരു സൈഡിൽ പനാമ കനാല്, മറ്റൊരു സൈഡിൽ ചൈന. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ പ്രവർത്തികളെല്ലാം കൂടി ഇയാൾ ഈ ഒരു 3 വർഷത്തിനകത്ത് ചെയ്തു തീർക്കാൻ പോകുന്നതാണ് ഞാനിപ്പം അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്. കാരണം അത്രമാത്രം കമ്മിറ്റ്മെന്റ്സ് ആയി ഇപ്പോൾ. പിന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്ന വാർത്താ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. അതായത് നിങ്ങൾ അൺഇമാജിനബിൾ ആയിരിക്കും ആ എടുക്കുന്ന നടപടി. ആ രീതിയിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന്. ഏതോ മാധ്യമ പ്രവർത്തനം അമേരിക്കയുടെ ഉള്ളിൽ നല്ല പണി കൊടുക്കുന്നുണ്ട് ട്രംപിന്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഖത്തർ പറഞ്ഞിരിക്കുകയാണ് അവസാനം ഇന്റർനാഷണൽ കോർട്ടുമായിട്ടൊക്കെ സംസാരിച്ചു, ഇതുവരെ കേസ് ഫയൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന് കേസ് ഫയൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഉപദേശങ്ങളൊക്കെ ചോദിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതിലൊരു കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്, ഖത്തറിന്റെ ഉള്ളിൽ ഇസ്രായേൽ എയിം ചെയ്തത് തീവ്രവാദികളെയാണ്, സിവിലിയൻസിനെ അല്ല ഖത്തറിൽ ഇസ്രായേൽ എയിം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ പോയാൽ തന്നെയും നെതന്യാഹുവിന്റെ പേരിലൊക്കെ ഓൾറെഡി കേസുണ്ട്. ഇനിയിപ്പോൾ എന്ത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്? അപ്പൊ എല്ലാം പൊറുതിമുട്ടി എല്ലാ വാതിലുകളും അടച്ചിട്ട് അമേരിക്ക ആണെങ്കിലും നല്ല രീതിയിലുള്ള പ്രഷറും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നം രമ്യമായ രീതിയിൽ പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഖത്തർ പറയാണ്, ഇസ്രായേൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ജസ്റ്റ് ഒരു മാപ്പ് അങ്ങ് ചോദിക്കൂ, ജസ്റ്റ് ആസ്ക് ആൻ അപ്പോളജി, അത്രേ ഉള്ളൂ, കഴിഞ്ഞു പ്രശ്നം. പക്ഷേ ഇസ്രായേൽ ഇതുവരെ അപ്പോളജി ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യുമോ എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ട വിഷയമാണ്. ഒരുപക്ഷെ നെതന്യാഹു എന്തെങ്കിലും ടാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. ഖത്തർ ആണെങ്കിലും സമാധാനം കിട്ടാത്ത അവസ്ഥയിലാണ്. ഇതേപോലെ സമാധാനം കിട്ടാത്ത അവസ്ഥയാണ് എസ്റ്റോണിയ ആണെങ്കിൽ റഷ്യയുമായിട്ട് യുദ്ധത്തിന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എസ്റ്റോണിയയുടെ വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫൈറ്റർ ജെറ്റ് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പോയ വഴിയാണെങ്കിൽ കടലിന്റെ നടുക്കൂടി, ആ ബാൾട്ടിക് സീയുടെ നടുക്കൂടിയാണ് ഇത് പോയിരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു 5 സെന്റിമീറ്ററോ 10 സെന്റിമീറ്ററോ റഷ്യയുടെ മിഗ് വിമാനം ഇവരുടെ ബോർഡർ ബ്രീച്ച് ചെയ്തു, അതും കടലിന്റെ ഉള്ളിൽ ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാറ്റോ രാജ്യങ്ങളൊന്നും എന്നെ സഹായിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയും കരച്ചിലുമാണ്. അതായത് റഷ്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, നാറ്റോ ഞങ്ങളെ ഉപേക്ഷിച്ച മട്ടാണ് എന്നുള്ള രീതിയിൽ പരാതിയുമായിട്ടാണ് നിൽക്കുന്നത് എസ്റ്റോണിയ. ഇയാൾക്കൊക്കെ എസ്റ്റോണിയൻ പ്രൈം മിനിസ്റ്ററിനൊക്കെ എന്തിന്റെ കേടാണെന്നാണ് നമുക്ക് അറിയാത്തത്.
ഓൾറെഡി തന്നെ അവിടെ ഉക്രൈൻ ഒരു സൈഡിൽ കിടന്ന് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം എസ്റ്റോണിയയും കൂടി ഇറങ്ങി വന്നിരിക്കുന്നത്. പോളണ്ട് ഒരു സൈഡിൽ ഇപ്പം പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പോളണ്ട് ഇത്തിരി അടങ്ങി, ഇപ്പോൾ എസ്റ്റോണിയയാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലസ്തീനിയൻ റെക്കഗ്നൈസേഷൻ. അത് ഈ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് UK മാക്രോൺ ആണെങ്കിൽ മൺഡേ ഞാൻ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അയാൾക്ക് ഒരു ദിവസം മുന്നേ കൂട്ടി ഞാനത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാലസ്തീനിയൻ 2 സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കീർ സ്റ്റാർമർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇസ്രായേലിന് പരിചയമുള്ള അടുപ്പമുള്ള ഈ രാജ്യങ്ങളുടെ നേതാക്കന്മാരോടൊക്കെ ഇസ്രായേലിന് ഒറ്റൊരു കാര്യമേ ചോദിക്കാനുള്ളൂ. അത് നെതന്യാഹു വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കത്ത് സഹിതം ഇവർക്ക് എഴുതി അയച്ചിട്ടുണ്ട്. എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല. അതായത് നിങ്ങൾ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇസ്രായേലിന്റെ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തേലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ 2 സ്റ്റേറ്റ് പോളിസിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്, പാലസ്തീനിയൻ സ്റ്റേറ്റ് അവിടെ രൂപീകരിക്കണം എന്നാണ്, ആ ഒരു നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽപ്പുണ്ട് എന്നാണ് UK ഉൾപ്പെടെയുള്ള ഫ്രാൻസ്, ഓസ്ട്രേലിയ, സ്പെയിൻ ഇതുപോലത്തെ രാജ്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഉക്രൈന്റെ പുതിയ ആരോപണം റഷ്യക്കെതിരെ, അതായത് 20,000 ക്യൂബൻ സോൾജേഴ്സിനെ കൊണ്ടുവന്ന് റഷ്യ പരിശീലിപ്പിക്കുന്നു ഉക്രൈനെതിരെ. വീണ്ടും അഗ്രസീവായിട്ടുള്ള രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് റഷ്യ ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള ആരോപണമാണ് ഉക്രൈൻ ഉന്നയിക്കുന്നത്. ഉക്രൈൻ ഒരു കാര്യം മനസ്സിലാക്കണം, യുദ്ധമാണ്. യുദ്ധത്തിൽ റഷ്യ ഏത് മാർഗം സ്വീകരിച്ച് നിങ്ങളെ അടിക്കാൻ ശ്രമിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ വല്ല മേസനറി ഗ്രൂപ്പൊക്കെ നിങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ മേസനറി ഗ്രൂപ്പ് ഉക്രൈന്റെ ഭാഗമായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മേസനറി ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ. യൂറോപ്യൻ സൈഡിൽ നിന്ന് ഫണ്ട് മേടിക്കൂ, അമേരിക്ക അടുത്ത് ചോദിക്കൂ, എന്നിട്ട് എവിടെയാണ് ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്ക ആ മേഖലയിൽ പോയി ഈ മേസനറി ഗ്രൂപ്പിന്റെ ആൾക്കാരെ കൊണ്ടുവരിക. കൂടുതൽ എണ്ണം ഇറക്കുക. അവർ 20,000 എങ്കിൽ നിങ്ങൾ 40,000 ഇറക്കുക. ഇറക്കിയിട്ട് റഷ്യക്കെതിരെ നെല്ലെല്ലാം അടിച്ചങ്ങ് നിൽക്കുക. അതേ മാർഗമുള്ളൂ. നാറ്റോ വന്ന് രക്ഷിച്ചു കളയും, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വന്ന് രക്ഷിച്ചു കളയും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറും വിചാരങ്ങൾ മാത്രമാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ ഒരു രസകരമായിട്ടുള്ള വാർത്ത പറയാനുള്ളത്, 24,000 ടൺ മുതൽ 25,000 ടൺ ഗോൾഡ് വേൾഡ് സ്വർണ്ണ ശേഖരത്തിൽ 11% ഉള്ളത് ഇന്ത്യയിലാണ്. അതും ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം തന്നെ സ്വർണ്ണാഭരണങ്ങളാണ്. സ്വർണ്ണാഭരണങ്ങളുടെ രൂപത്തിൽ ഇന്ത്യൻ ലേഡീസിന്റെ കയ്യിലാണ് ഇതുള്ളത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ, തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്, കേരള, ഈ സ്റ്റേറ്റുകളെയാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ മാത്രം 25,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജപ്പാൻ അവരുടെ F-15 ഫൈറ്റർ ജെറ്റുമായിട്ട് അറ്റ്ലാന്റിക് ഡ്രില്ലിൽ പോയി പങ്കെടുക്കുകയാണ്. അതായത് അറ്റ്ലാന്റിക് ഈഗിൾ ഓപ്പറേഷൻ. ഈ അറ്റ്ലാന്റിക് ഈഗിൾ ഓപ്പറേഷൻ നടത്തുന്നത് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡ്രില്ലാണ്. അപ്പോൾ ജർമ്മനിയുമായിട്ട് ചേർന്നിട്ടാണ് ജപ്പാൻ ഈ ഒരു എയർഫോഴ്സ് ഡ്രില്ലിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അമേരിക്ക, ജർമ്മനി, ജപ്പാൻ ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എയർഫോഴ്സ് ഡ്രില്ല് നടത്തുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 3 രാജ്യങ്ങളും, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, ഈ 3 രാജ്യങ്ങളും കൂട്ടായി ചേർന്ന് ഈ നടത്തുന്ന ഈ ഒരു ഡ്രില്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അമേരിക്ക ഈ ഒരു ഡ്രില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പാട്ടിനങ്ങ് പോകും. പിന്നീട് ഉക്രൈനിലെ സെലൻസ്കിയും യൂറോപ്പും നാറ്റോയും അവിടെ തന്നെ ഉണ്ടാവും. എസ്റ്റോണിയയും പോളണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കുറേ ജിയോ പൊളിറ്റിക്കൽസ് ഈവൻ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.